ഹലോ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ് ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് GS2 നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. GS2 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. GS2 കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ചിട്ടുള്ള UPSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആർ ഫ്രീലി അവൈലബിൾ ടു ദ ഇന്ത്യൻ സിറ്റിസൺസ്, ബട്ട് ദീസ് റൈറ്റ്സ് ആർ നോട്ട് ആബ്സല്യൂട്ട്. കമൻറ്റ് അല്ലേ? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുറച്ചുകൂടി നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ആൻസർ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഡിഫിക്കൽട്ടി തോന്നും. നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള പോയിന്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാക്കാൻ ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ലെറ്റ്സ് സീ ഹൗ ദിസ് ക്യാൻ ബി ഡൺ. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് എന്താണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫ്രീലി അവൈലബിൾ ആണ്. സോ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ഓർ റെസിഡൻസ് അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് കൊടുത്തിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണെന്ന് ആളുകൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഫ്രീഡം റൈറ്റ്സ് വരുന്നതാണ് ആർട്ടിക്കിൾ 19 ഫ്രീഡംസിൻ്റെ റൈറ്റ്സ് വരുന്നത് അല്ലേ. അതിൽ തന്നെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡിയിലാണ് എന്ത് വരുന്നത്? മൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇയിലാണ് നമ്മുടെ റെസിഡൻസ് വരുന്നത്. സോ വളരെ സ്പെസിഫിക് ആയിട്ട് റെസിഡൻസിൻ്റെയും ടെറിട്ടറിയുടെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. സോ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതിലേക്ക് എങ്ങനെ വരാമെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ബട്ട് ദീസ് റൈറ്റ്സ് ആർ നോട്ട് ആബ്സല്യൂട്ട്. സോ ഇറ്റ് സേസ് ദാറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഓൾറെഡി യു വിൽ ബി നോയിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട്. ദേ ആർ എന്താണ്? റീസണബിൾ ആണ് അല്ലേ? ദേ ആർ എമൗണ്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസിലൂടെ ആണ്. റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 19 ക്ലോസ് 1 ഏത് റീസണബിൾ റെസ്ട്രിക്ഷൻസിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 5 എന്ത് ചെയ്യുന്നുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻ ഓഫ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പറ്റിയിട്ടും അതുപോലെ തന്നെ ഇനെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സോ അതിൽ പുറമെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ആസ്പെക്ട്സിലൊക്കെ എങ്ങനെയാണ് നമുക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടുത്തെ ഈ രണ്ട് ഭാഗമാണ്. ദെൻ ദ ഡയറക്റ്റീവ് ഈസ് കമൻറ്റ് എന്നുള്ളതാണ്. സോ കമൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്തിലാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. സോ ടുവേർഡ്സ് കൺക്ലൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒപ്പീനിയൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2022 സോ 2022 ഈ കോൺടെക്സ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. എന്തുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം? ആസ് യു നോ ദാറ്റ് 2020 തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഏകദേശം 2021 വരെ ദർ ഈസ് എ റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ്മെൻറ്റിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. COVID-19 ആയിരുന്നു അല്ലേ. COVID-19 ഭാഗമായിട്ട് നമുക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കിപ്പോൾ ക്വാറൻറ്റൈനൊക്കെ ആയിട്ട് ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല. അതുപോലെ സ്റ്റേറ്റ് ബോർഡേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വൈ ദിസ് ക്വസ്റ്റ്യൻ. അതിനൊക്കെ കോൺടെസ്റ്റ് ആയിട്ട് അയക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പോളിറ്റി GS2 വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏറ്റവും ബെറ്റർ മാർക്ക് എന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് വെച്ച് തന്നെ ഹിറ്റ് ചെയ്യുന്നതാണ്. സോ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഇറ്റ് ഈസ് 1 എന്താണ് എന്ന് പറയുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആൻസർ തുടങ്ങാൻ പറ്റും. സോ ദിസ് ഇസ് വൺ വേ. ദിസ് ഇസ് വെരി ഫാക്ച്വൽ ആൻഡ് ഡയറക്റ്റ് ഹിറ്റ് ആൻഡ് ഓൾസോ വി ആർ കോട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ. റിമെമ്പർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അത് ആർട്ടിക്കിൾ കോട്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പം ഇത് വളരെ ഡയറക്റ്റ് ഒരു ഹിറ്റിംഗ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് എഴുതാം. സോ ഇപ്പോഴല്ല, ഇപ്പോൾ 2022 ഇത് ചോദിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന അവിടെ COVID-19 റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് ക്വാറൻറ്റൈനോ അല്ലെങ്കിൽ ഫ്രീ മൂവ്മെൻറ്റിനെ ബാധിച്ച റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിനെ എഴുതാൻ പറ്റും. ഓർ യു ക്യാൻ ഓൾസോ അറ്റ് പ്രസൻറ്റ് 2025 വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് കുക്കി മിസോ ട്രൈബ്സിൻ്റെ എന്ത് ചെയ്യാം? കുക്കി ട്രൈബ്സിൻ്റെ ക്രൈസിസ് വെച്ചിട്ട് അവിടെ മൂവ്മെൻറ്റിൽ വരുന്ന റെസ്ട്രിക്ഷൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെയർ ഡിമാൻഡ് വെച്ചിട്ടും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് വെച്ചിട്ട് തന്നെ എന്ത് എഴുതിയാൽ മതി? ഈ പർട്ടിക്കുലർ ആസ്പെക്ട്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. സോ അതിനകത്ത് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, സോ ഇനി നമുക്കൊരു ആൻസറിലേക്ക് നോക്കാം. ആൻസറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എന്താണ്? ആർട്ടിക്കിൾ 19 വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ റൈറ്റ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഈസ് എൻറിച്ച്ഡ് in the Indian Constitution under Article 19(1) Clause D and Article 19(1) Clause E. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ദിസ് അലോ എനി സിറ്റിസൻസ് ടു ഫ്രീലി മൂവ്മെൻറ്റ് വിത്തിൻ ദ ടെറിട്ടറി ആസ് വെൽ ആസ് റിസൈഡ് ഇൻ ദി കൺട്രി എന്ന് നമ്മൾ പറഞ്ഞു.
എന്നിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, എന്തൊക്കെ മൂവ്മെൻറ്റിൻ്റെ എന്തൊക്കെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ആർട്ടിക്കിൾ കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതി. എന്ത് ചെയ്തു, ഇത് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് എഴുതാൻ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ആർട്ടിക്കിൾ 99 ഡിയും ഇയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ കോണ്ടെക്സ്റ്റ് ഒരു വാല്യൂ അഡീഷൻ ക്വസ്റ്റൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം 2025 ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാത്തത്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ വീണ്ടും അതേ 19(1) എന്താണെന്നും 19(1) എന്താണെന്നും പറയുന്നു. എന്നിട്ട് നിങ്ങൾക്കൊരു കണക്റ്റിംഗ് പാരഗ്രാഫ് എഴുതാം. ഈ കണക്റ്റിംഗ് പാരഗ്രാഫ് ഈ ആൻസറിൻ്റെ ഫ്ലോയിനെ ഭയങ്കരമായിട്ട് ബെറ്റർ ആക്കും. കാരണം ഇവിടെ നമ്മൾ നോക്കിയേ, ഇത്രയും റെസ്ട്രിക്ഷൻ, ഇത്രയും ഫ്രീഡം ഉണ്ടെങ്കിലും ഹവർ ദീസ് റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ആൻഡ് ആർ സബ്ജക്റ്റ് ടു സർട്ടൻ റീസണബിൾ റെസ്ട്രിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 19 ക്ലോസ് 5 കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻ? ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്കിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയും. പക്ഷേ അതർ ദാൻ ഈ റീസണബിൾ റെസ്ട്രിക്ഷൻ അല്ലാതെ വേറെ എന്തൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്? നിങ്ങൾക്കറിയാം, ഇന്നർ ലൈൻ പെർമിറ്റിനെ പറ്റി നിങ്ങൾക്കറിയാം. സോ ഇന്നർ ലൈൻ പെർമിറ്റ് നമുക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ട്. അവിടെ ഔട്ട്സൈഡേഴ്സിന് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുത്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. സോ ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ഏരിയ സിസ്റ്റം ഉണ്ട്. പ്രൊട്ടക്റ്റ് ഏരിയ ബേസിക്കലി നമ്മുടെ ബോർഡേഴ്സിൽ, ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് വരുന്ന സ്റ്റേറ്റുകളിൽ ഫോറിനേഴ്സിനുള്ള റെസ്ട്രിക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് പബ്ലിക് ഇൻട്രസ്റ്റിനും സെക്യൂരിറ്റിയും വേണ്ടി. COVID-19 സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, റെസ്ട്രിക്ഷൻസ് എന്തിൻ്റെ അണ്ടറിലായിരുന്നു? എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897, എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897 അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിൻ്റെ സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റെസ്ട്രിക്ഷൻസും സെറ്റിൽമെൻറ്റിലും എന്ത് ചെയ്യാം, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ടൈഗർ റിസർവിൻ്റെ കോർ ഏരിയയിലേക്ക് എന്തില്ല, ഹ്യൂമൻസിൻ്റെ റെസ്ട്രിക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഡിനേ ചെയ്യാം. അല്ലെങ്കിൽ നാഷണൽ പാർക്കിൻ്റെ കോർ ഏരിയയിൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റെസ്ട്രിക്ഷൻ റെസിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എക്കോളജീൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് എഴുതാം. പബ്ലിക് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ക്വാറൻറ്റൈൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്ന എപ്പിഡമിക് ആക്റ്റിൽ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ COVID-19 ഇഷ്യൂസിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് വേണമെങ്കിൽ ആളുകൾ അതിനകത്ത് കയറ്റാതിരിക്കുന്ന രീതിയിൽ റെസ്ട്രിക്ഷൻസ് എഴുതാം. അല്ലെങ്കിൽ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിവിലിയൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ സെക്യൂരിറ്റി. അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റ്സുകളിലൊക്കെ ഫോർ എക്സാമ്പിൾ വുമൺ എൻട്രി, അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിറ്റി, ഇപ്പം അമ്പലങ്ങളിൽ നമുക്ക് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും എന്ത് ചെയ്യാം, നോൺ ഹിന്ദുസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ എന്നുള്ളത് കാണാൻ പറ്റും. അല്ലെങ്കിൽ റിലീജിയസ് സൈറ്റ്സിൻ്റെ മുമ്പിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇതിനകത്ത് കയറുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ റെസ്ട്രിക്ഷൻ ഓൺ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദാറ്റ് ദർ ഇസ് എ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 22 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ, ഒരു റെസ്ട്രിക്ഷനാണ്, കംപ്ലീറ്റ്ലി അല്ല എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നാഷണൽ സെക്യൂരിറ്റി ആക്ടിൻ്റെ അണ്ടറിലൊക്കെ നിങ്ങൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലാണെങ്കിൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിന് എടുത്ത് കളയാൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റും റെസിഡൻസും ഡിനേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇതിനകത്തൊരു വാല്യൂ അഡീഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് അട്രാക്റ്റീവായിട്ട് ആൻസർ ഇരിക്കാനൊക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സ്ഥലം എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കാം. ഇതുപോലെയുള്ളത് വരച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താം, ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഫ്രീഡത്തിൻ്റെ എന്താണ് മേജർ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളുള്ള ക്വസ്റ്റ്യൻ്റെ ആസ്പെക്റ്റ് തന്നെ നിങ്ങൾ എഴുതുക. അതെന്താണ്, ഒന്ന് 19 ക്ലോസ് 1 ഡീനെ പറ്റി എഴുതുക. അതേപോലെ തന്നെ 19 ക്ലോസ് 1 ഇ എഴുതുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 19 ക്ലോസ് 1 എ തന്നെ എഴുതാം. കാരണം ദീസ് ആർ ദ ട്രിനിറ്റി ഓഫ് ഫ്രീഡം എന്ന് നിങ്ങളിങ്ങനെ ബോക്സ് വരച്ചിട്ട് ഇവിടെ ഫിഗർ 1 ട്രിനിറ്റി ഓഫ് ഫ്രീഡം അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് പറയാം. സോ ഇത്രയും റീസണബിൾ റെസ്ട്രിക്ഷൻസും നിങ്ങൾ എഴുതിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്നുള്ളത്, ഇത് ജസ്റ്റ് ഇങ്ങനെ പോകാൻ പറ്റില്ല, ഇതിനൊരു സൊല്യൂഷൻ വേണം അല്ലേ. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആർ മസ്റ്റ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം, അത് വിത്തൗട്ട് ചെക്ക് ആൻഡ് ബാലൻസ് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേ ഫോർവേഡ് പോലെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് KS പുട്ടസ്വാമി കേസാണ്. KS പുട്ടസ്വാമി കേസ് ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെനെവർ എ സ്റ്റേറ്റ് ഈസ് ടേക്കൺ അവേ ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഓർ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇറ്റ് ഷുഡ് ബി
അണ്ടർ ദ ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. എന്താണ് ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി? ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് നത്തിങ് ബട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അത് സ്റ്റേറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സമയത്ത് സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മീൻസ് ഉണ്ട്. അതാണ് ക്വാറന്റൈൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒരു ലിങ്ക് ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വേണം. അതായത് ഇർപ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ സിറ്റുവേഷൻ എടുക്കാം. ജമ്മു ആൻഡ് കാശ്മീരിലെ സിറ്റുവേഷനിൽ ഈ ഇൻ്റർനെറ്റ് ടേക്ക് ഓഫ് ചെയ്തു. സോ ഇൻ്റർനെറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ട്രേഡ് നടത്താൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതൊരു കാലത്തേക്ക് എന്ത് ചെയ്തു? സെക്യൂരിറ്റീൻ്റെ പേര് പറഞ്ഞു. ഒബ്ജക്റ്റീവ് എന്താണ്? സെക്യൂരിറ്റി. അതിന് ഉപയോഗിച്ച റെസ്ട്രിക്ഷൻസ് ഇൻ്റർനെറ്റ് ടേക്ക് ഡൗൺ. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് വെൻറ്റ് ഓൺ ടു മോർ ദാൻ 1 year. സോ അതെന്തല്ല? ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ അല്ല ഇമ്പോസ് ചെയ്തില്ല. അതുകൊണ്ട് അത് എടുത്ത് കളയണം. അപ്പോൾ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെനെവർ ദർ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെയുള്ള റൈറ്റ്സിനെ എടുത്ത് കളയുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിൻ്റെ കാര്യം ഇതിൽ തന്നെ ഊർന്നിക്കൊണ്ടായിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രിൻസിപ്പിൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റിഫൈഡ് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി അലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ കൺക്ലൂഷൻ എഴുതാൻ പറ്റും. അല്ല ഇനി KS പൊട്ടസ്വാമി എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അതിട്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഒരുപാട് കേസസ് ഇതിനകത്തുണ്ട്. ഇപ്പം അനുരാധ ബസിൻ കേസസ് ഇതേ എക്സാക്റ്റ് സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് UPSC പറയുന്നുണ്ട്, സുപ്രീം കോടതി പറയുന്നുണ്ട്. അനുരാധ ബസിൻ കേസിനകത്ത് ബസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ കാര്യമായിരുന്നു. സോ ഇൻ്റർനെറ്റിൽ എന്ത് ചെയ്തു? ഇൻ്റർനെറ്റ് ടേക്ക് ഡൗൺ ചെയ്തപ്പോൾ അനുരാധ എന്ന് പറയുന്ന ഒരു ആക്ച്വലി ബിസിനസ് വുമൺ ആണ്. ഷീ യൂസ് ടു ഡു ബിസിനസ് ത്രൂ ഇൻ്റർനെറ്റ്. അപ്പം അതിലെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഓൺ പ്രൊഫഷൻ ഈസ് പാർട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അനുരാധ ബസിൻ കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞ ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഷുഡ് ബി അപ്ലൈഡ്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് കളയാൻ പാടില്ല. ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ മേഘ്ന ഗാന്ധി എന്ത് ചെയ്യാൻ പറ്റും? ആ കേസും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. 1975 ഇതിനകത്തും എന്ത് ചെയ്യണം? റീസണബിൾ ആയിരിക്കണം. ദർ ഷുഡ് ബി റീസണബിൾ. അവിടെ ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എഴുതരുത്. ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മേഘ്ന ഗാന്ധിയിൽ വരുന്നില്ല. അപ്പം അതവിടെ എഴുതരുത്. ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റീസണബിൾ ആയിരിക്കണം എന്നുള്ളതും ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ഓൺലി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആവാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു കൺക്ലൂഷൻ അവിടെ എഴുതാൻ പറ്റും. സോ ഇത്രയും പോസിബിലിറ്റി ഓഫ് കൺക്ലൂഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. സോ ഇത്രയാണ് ഈ ആൻസറിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് പോയിന്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള പോയിൻറ്റ്സ് തിങ്ക് ചെയ്ത് എടുക്കാൻ നോക്കുക. ഒരു 5 പോയിൻറ്റ് 6 പോയിൻറ്റ് മതി. പക്ഷേ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള പോയിൻറ്റ്സ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് വളരെ നാരോ ഡൗൺ ആയിപ്പോൾ. അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒരുപാട് ആക്റ്റുകൾ, അതുപോലെ സിറ്റുവേഷൻസിൻ്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തു കഴിഞ്ഞാൽ ആൻസറിന് വേറിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ബാക്കിയുള്ള പോയിൻ്റ് എല്ലാം ജനറലായിട്ട് ആളുകൾ എഴുതുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വിൽ സീ യു ടുമാറോ. താങ്ക് യു.